രേണുവിന്റെ ലൈഫിൽ തിരിച്ചു വരണ്ടേ രേണു ആ കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. ഓക്കെ, അവ കുട്ടിയുടെ പിറകെ പോണ്ട, വെറുതെ പറയുന്നതല്ല. രേണുവിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എഫക്റ്റ് ആവണ്ടേ, തിരിച്ച് ലൈഫിലോട്ട് വരണ്ടേ. രേണുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ സത്യം പറയണം. ഓക്കെ, രേണുവിന് അറിയുന്ന സത്യങ്ങളൊക്കെ തുറന്നു പറയുക. ദുബായിൽ നിങ്ങൾ നേരിട്ട, നിങ്ങൾ കണ്ട, നിങ്ങൾ മനസ്സിലാക്കിയ, നിങ്ങൾ അറിഞ്ഞ ആ പരിപാടികളെ കുറിച്ചിട്ട് ദയവ് ചെയ്ത് പറയാനാണ് റോഹിചാൻ പറയുന്നത്. നിങ്ങളുടെ കൂടെ ഇപ്പോൾ സുധിച്ചേട്ടന്റെ ആത്മാവില്ല, നിങ്ങൾ തന്നെ അത് സംബന്ധിച്ച കാര്യമാണ്. മുൻപൊക്കെ അവർക്ക് ഇങ്ങനെ സാമീപ്യമൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു, ഒരു സാന്നിധ്യം ഉണ്ട് എന്നുള്ളത്, സ്മെല്ലായിട്ടും കാറ്റായിട്ടും അങ്ങനെ പലതും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ രേണു അറിഞ്ഞു കഴിഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കത് കൊള്ളും എന്നുള്ളത് കുറെ ആളുകൾക്ക് ആത്മാവ് അന്ധവിശ്വാസമായിട്ട് തോന്നുന്നുണ്ടാവും. ഓരോ ആളുകളുടെ താല്പര്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, അന്ധവിശ്വാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. രേണുവിന് കുറെ കാര്യങ്ങൾ അറിയാം, അത് മറച്ചു വെക്കുന്നു, വീണ്ടും അതിലേക്ക് തന്നെ പോകാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇത്തരം അസുഖങ്ങൾ വന്നത് എന്നാണ് ഇവിടെ റോഹിചാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ രജിത് കുമാർ സാർ പറഞ്ഞത് ചില ശരീര അവയവങ്ങളൊക്കെ നിരന്തരം കാണിച്ച് ആളുകളുടെ പ്രാക്ക് കിട്ടാനും അത് ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കിച്ചുവിനെ ഉപദ്രവിക്കരുത്, കിച്ചുവിനെ വെറുതെ വിടണം, കിച്ചുവിനെ ആര് ഉപദ്രവിച്ചാലും അവരുടെ അധോഗതിയാവും ലൈഫ് എന്നാണ് ഇപ്പൊ റൂഹി പറയുന്നത്. അതായത് റോഹിചാനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും. ഞാൻ 3-4 വീഡിയോ ചെയ്തിട്ടുള്ളൂ. എനിക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് ഇപ്പോൾ പറയാണ് എനിക്കും ഉണ്ടായി അങ്ങനത്തെ അനുഭവങ്ങൾ എന്ന്. ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ടല്ല അത്തരം വീഡിയോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങളുടെ മാത്രം വിശ്വാസമാണല്ലോ. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ രേണുവിന്റെ വിഷയത്തിലേക്ക് വീണ്ടും റോഹിചാൻ വിരൽ ചൂണ്ടുകയാണ്. എന്താണ് കാര്യങ്ങളെന്നല്ലേ കേൾക്കാം. അതും ഒരു കാര്യം വളരെ ക്ലിയർ ആയി, ബിക്കോസ് ഷി വാസ് ആൻ ഇൻഫ്ലുവൻസർ. ഇപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആൾക്കാരെ തന്നെയാണ് ടാർഗറ്റ് ഇട്ടേക്കുന്നത്. അതിൽ ആരൊക്കെ ഇതിൽ സ്മഗ്ലിങ്ങിനും ഗോൾഡ് ബിസിനസിനും ഡ്രഗ്സിനും സെക്സ് റാക്കറ്റ്സിലൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ അവരൊക്കെ പുറത്തു വന്നു. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും. ആരൊക്കെയാണോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്പർ വൈസ് 1 by 1 പുറത്തോട്ട് വരാൻ റെഡി ആയിട്ടിരുന്നോ. നെക്സ്റ്റ് ഇസ് ഫോർ സുധി. ഓക്കെ, ഇവിടെ റോഹിചാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? എന്റെ കസറ്റ് എന്ന ആ ഒരു ഹക്കീം എന്ന് പറയുന്ന പൊന്നാനിക്കാരൻ നമ്മുടെ നാട്ടിലാണ്. എന്താ ചെയ്യുക, നമ്മുടെ നാടിന്റെ വില കളയാൻ വേണ്ടി ഇങ്ങനെ കുറെ കൂതറകൾ. അവനെ പിടിക്കപ്പെട്ടു. അവനിപ്പോ ദുബായിൽ ജയിലിലൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവന്റെ ലൈവ് വഴി അറിയാണ്ട കയ്യബദ്ധത്തിൽ അവൻ ലഹരി ഉപയോഗിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ഇപ്പൊ AI ആണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ ഗവൺമെന്റ് ആണ് അവനെ പിടിച്ചത്. ശരിക്കും അവൻ സൗദിയിൽ നിന്നാണ് ഇങ്ങോട്ട് മാറിയത്. സൗദിയിൽ നിന്നാണ് അവനെ പിടിക്കേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താ നടക്കുക എന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. അപ്പൊ ഹക്കീം ബായുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹക്കീം നിരന്തരമായിട്ട് വലിയ വലിയ ടീംസിനെ, വലിയ സ്രാവുകളെ പിടിച്ച് അവരുടെ ഓരോ എന്തെങ്കിലും ഊളത്തരം കണ്ടെത്തിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടുക എന്നുള്ള പരിപാടിയാണ്. പെപ്പയുടെ കയ്യിൽ 25 ലക്ഷം രൂപ കട്ട കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്നാൽ അവനൊരു വലിയ ഊളയായിരുന്നു എന്ന കാര്യം ജനങ്ങളൊക്കെ മനസ്സിലാക്കി. അവൻ ബാംഗ്ലൂരിൽ നിന്നിട്ട് ഒരുപാട് ഡ്രഗ് മാഫിയക്കെതിരെ വീഡിയോ ചെയ്തു. സത്യത്തിൽ അവന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. അവന് ഇൻഫർമേഷൻ നൽകിയിരുന്ന 2 ആളുകളുണ്ട്. ഒരു കാമുകൻ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തായാലും എത്രയോ കിലോ കണക്കിന് ലഹരി അവരുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെട്ടു. അവർ പിടിക്കപ്പെട്ട സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഹക്കീമിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഹക്കീമിനോട് പറയുന്നുണ്ട്, ഹക്കീമെ നിനക്കന്ന് ഇൻഫർമേഷൻ തന്ന ആളുകളെ പൊക്കിയല്ലോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത്. അതിനവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടി എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പൊ പണം വാങ്ങിക്കൊണ്ട് കാലങ്ങളായി ഹക്കീം ഓരോ ഉളക്കം ചെയ്തിരുന്നു. ഇപ്പോ ദുബായിലാണ് ലഹരി ഉപയോഗിച്ചിട്ട് അവനെ പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ റിഫയിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ പിടിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ഈ ഗൾഫിലേക്ക് പോയിട്ട്, ദുബായ് മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോയി, GCCയിലേക്ക് പോയിട്ട് ലഹരിയോ അല്ലെങ്കിൽ ഗോൾഡോ സ്മഗ്ലിങ്ങിന്റെ ഇടയിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് റോഹിചാൻ പറയുന്നത്. റിഫയുടെ കേസിൽ റിഫ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ ഒരു ഗ്യാങ്ങിൽ അറിയാണ്ട് പെട്ടുപോവുകയും അതിൽ നിന്ന് ഊരി പോകാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ വലിയ രഹസ്യങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായിട്ട് അവരെ തീർത്തു എന്നാണ് റോഹിചാൻ പറയുന്നത്. റോഹിചാന്റെ അടുത്ത് നമ്മുടെ റിഫയുടെ റൂഹ് വന്ന് സംസാരിച്ചു എന്നാണ്. പല ആളുകളും അതിനെ നെഗറ്റീവായി എടുത്തു, ഞാനും തുടക്കത്തിൽ നെഗറ്റീവായിട്ട് എടുത്തത്. പക്ഷെ പിന്നീട് അതിന്റെ ഒരു കാര്യങ്ങൾ വ്യക്തത എനിക്ക് വന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് സജ്ന ഫിറോസ് പറയുന്ന കുറച്ച് വ്യക്തികളുടെ പേരുണ്ട്. റസൂൽ പൂക്കുട്ടി എന്നെ വലിയ ഒരു സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ ഗോൾഡ് സ്മഗ്ലേഴ്സിന്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അപ്പൊ റസൂൽ പൂക്കുട്ടിയിലേക്കും വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട്. അടുത്തത് രേണുസുധിയാണ്. രേണുസുധി ഇതിൽ അറിയാണ്ട പെട്ടുപോയിട്ടുണ്ടെന്നാണ് റോഹിചാൻ പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് പെട്ടതല്ല, അറിയാണ്ട പെട്ടതാണ്. പക്ഷെ അറിയാണ്ട പെട്ടതാണെങ്കിലും നിങ്ങൾ സത്യം വിളിച്ചു പറയാ. കാരണം റിഫയുടെ മരണത്തിലേക്ക് ഇത് ഒരു തെളിവായിട്ട് കിടക്കുമെന്നാ പറയുന്നത്, അതിലേക്ക് വഴിവെക്കുമെന്നാ പറയുന്നത്. ഇനിയാണ് രേണുവിനെ കുറിച്ച് പറയുന്നത്, കേൾക്കാം. ഞാൻ രേണുവിന്റെ കാര്യം പിന്നെയും എന്റെ എല്ലാ
എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ, രേണു ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, രേണു, എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പം രേണുവിന്റെ അടുത്തില്ല. ബട്ട് രേണുവിന്റെ ലൈഫിൽ തിരിച്ചു വരണ്ടേ? രേണു ആ കിച്ചുവിനെ വെറുതെ വിട്ടേക്ക്. ഓക്കെ, അവ കുട്ടിയുടെ പിറകെ പോണ്ട. വെറുതെ പറയുന്നതല്ല. ആ കുട്ടിയുടെ പിറകെ പോകുന്നിടത്തോളം രേണുവിന് ബുദ്ധിമുട്ട് കൂടി വരും. കിച്ചുവിനെ ആരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നോ, രേണു മാത്രമല്ല, ആരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നോ അവർക്കൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരും. അത് മെന്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി എല്ലാം ലൈഫിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടേ വരുള്ളൂ. വെറുതെ എന്തിനാണ് വേറെ ആളുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യത്തിന് ഇൻവോൾവ് ആയിട്ട് അവരവരുടെ ഫാമിലിയിലെ ലൈഫും ജീവിതത്തിൽ ബുദ്ധിമുട്ടും പീസ് ഓഫ് മൈൻഡും എല്ലാം ഇല്ലാതാവും. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊല്ലം സുധിയുടെ ആത്മാവ് രേണുവിന്റെ കൂടെയില്ല. രേണു തന്നെ പറഞ്ഞ വാക്കുകളാണ് വിട്ടത്. ഇത് റുഹിജാൻ റുഹിജാൻ ഇതൊന്നും കണ്ടിട്ടില്ല, രേണുവിന്റെ വീഡിയോസും കാണാറില്ല എന്നുള്ളതാണ്. റുഹിജാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്, 2 തവണ എങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പല കാര്യങ്ങളും ഞാൻ അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങളും അവരെ ഞാൻ മുൻപ് ട്രോളിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ട്രോള് കഴിഞ്ഞതിന് ശേഷം നോർമലി അത് ഒഴിവാക്കി. അവരെന്നെ തിരിച്ചും ട്രോള് അല്ലെങ്കിൽ തിരിച്ച് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നിലേക്ക് കുറെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. റിഫയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ദൂതനായിട്ട് വരും എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നത്. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, പക്ഷെ പല കാര്യങ്ങളും എന്നിലേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഓരോ വീഡിയോയിലൂടെ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പൊ രേണു പറഞ്ഞതുപോലെ സുധിച്ചേട്ടന്റെ ആത്മാവ് കിച്ചുവിന്റെ കൂടെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കിച്ചു ഇനി വെച്ചടി കയറിക്കൊണ്ടേയിരിക്കും എന്നാണ് അവർ പറയുന്നത്. കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. സുധിയുടെ സോള് കിച്ചുവിന്റെ കൂടെ തന്നെയുണ്ട്. കിച്ചുയുടെ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് എപ്പോഴും അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് അവൻ ഇവിടുന്ന് വിട്ടു പോകുന്നത് വരെ അവന്റെ ഗാർഡിയൻ ഏഞ്ചൽ അവന്റെ ഫാദർ തന്നെയാണ്. ആൻഡ് ദാറ്റ് ഇസ് സുധി. ഓക്കെ, ഇത് രേണുസുധി കാണുമെന്നറിയില്ല. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഹൈപ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ. റുഹിജാൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയണം. കരീഷ്മയുടെ നമ്പർ ഞാനാണ് ഇൻസ്റ്റാഗ്രാം വഴി അവർക്ക് എടുത്തു കൊടുത്തത്. അവർ സംസാരിച്ചു, പക്ഷെ കരീഷ്മ അതിന് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യുക, രേണു ഇങ്ങനെ പടുകുഴിയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യമില്ലാതെ കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് തന്നെ ഏറിപ്പോകുന്നു. ഒരു സിമ്പതി കിട്ടിയിരുന്നു ആളുകൾക്ക്. ആ സിമ്പതി ഒക്കെ പോയി കിട്ടി. ആരെങ്കിലും സഹായിക്കാൻ മുന്നിട്ട് വരുമ്പോൾ അവരെ പോലും പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ രേണുവിന്റെ ഓരോരോ പ്രഹസനങ്ങളാണെന്നുള്ളതാണ്. ഒന്നും മിണ്ടാതിരുന്നാൽ തന്നെ മാറുമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അവർ മനഃപൂർവ്വം ചെക്കനെ ഇട്ട് കൊടുത്തു. ചെക്കനെ ഇട്ട് കൊടുത്ത എന്താ കുഴപ്പം അറിയോ? ചെക്കൻ വളർന്ന് പന്തലിച്ചങ്ങ് കയറിപ്പോകും. റുഹിജാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ. ഇപ്പൊ പഴയതിനേക്കാൾ കൂടുതൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. അത് വെരി ക്ലിയർ ആണ് ഫോർ മീ. എനിക്കത് പറയണം. ഇത് കിച്ചു അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. കിച്ചുവിന്റെ ഫാദർ എപ്പോഴും കിച്ചുവിന്റെ കൂടെ ഉണ്ട്. ഇനി ബാക്കിയുള്ള ആൾക്കാർ അറിയാം. ഒരു സോളാണ് കൂടെയുള്ളത്. ഹീസ് എ ഗാർഡിയൻ ഏഞ്ചൽ ഫോർ ഹിസ് സൺ. ആരെങ്കിലും കിച്ചുവിനെ ഉപദ്രവിക്കുകയോ എന്തേലും ചെയ്താൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്കൊക്കെ എഫക്ട് വരാൻ പോകുന്നത്. അതും കൂടി ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വേണ്ട. ഓക്കെ, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യാം. കിച്ചുവിന്റെ പിറകെ പോവാതിരിക്കാം. കിച്ചുവിന്റെ പിറകെ പോയി കഴിഞ്ഞാൽ സുധി പിറകെ വരും. സോ ബി റെഡി ഫോർ ദാറ്റ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഫണ്ണായിട്ട് തോന്നും, പക്ഷെ അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാവും. കേട്ടല്ലോ ആരാണെങ്കിലും. ഓക്കെ, വിശ്വാസമില്ലാത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ഏത് രീതിയിൽ കാണുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അനുഭവങ്ങൾ പല ആളുകൾക്കും പല രീതിയിലാവും എന്നുള്ളതാണ്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവം കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. ഒക്കെ ഇത് റിലേറ്റഡ് ആണ്. താങ്കൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആണെന്നും എനിക്കിങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും ഇത് അനുഭവമില്ലാത്ത ആളുകൾക്ക് ഇത് പുച്ഛിച്ച് തള്ളാനുള്ള വെറും ഒരു കോമഡി പീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് തോന്നിയേക്കാം. ഓക്കെ, നിങ്ങളുടെ താല്പര്യമാണ് ഇത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത്. രേണുവിനെ അറിയാമല്ലോ, എന്തായാലും നമുക്ക് ആർക്കും അറിയില്ലെങ്കിൽ രേണുവിനെ അറിയാമല്ലോ. രേണു അത് ഇടക്കിടക്ക് പറഞ്ഞതല്ലേ. അപ്പൊ രേണു അത് ഏത് രീതിയിലാ എടുക്കട്ടെ അല്ലേ. ഞാൻ പറഞ്ഞു, സോഴ്സിന് തിയറീസ് ഇല്ല നിങ്ങളെ പോലെ. എല്ലാം എടുത്ത് ഇതാണ് പ്രൂഫ് എന്ന് കാണിക്കാൻ പ്രാക്ടിക്കൽ ആണ്. എല്ലാം ചെയ്ത് കാണിച്ചിരും കേട്ടല്ലോ. സോ ജസ്റ്റ് ലീവ് ഹിം. ആ കുട്ടീനെ ജീവിക്കാൻ വിട്ടേക്ക്. ഡോണ്ട് ഗോ ബിഹൈൻഡ് ഹിം. പിന്നെ രേണുവിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ദുബായിൽ അറിയുന്ന കാര്യങ്ങൾ സത്യം പോലെ പുറത്തോട്ട് പറയാം. എത്ര ഡിലേ ആവുന്നോ രേണു അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കും. രേണുവിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എഫക്റ്റ് ആവണ്ടേ? തിരിച്ച് ലൈഫിലോട്ട് വരണ്ടേ? രേണുവിന് അറിയുന്ന കാര്യങ്ങളൊക്കെ സത്യം പറയണം.
ഓക്കെ, ഇതൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ എല്ലാരും കാണും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ടുഡേ ദിസ് ഇസ് എനഫ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി എന്തെങ്കിലും പറയാൻ എനിക്ക് മെസ്സേജസ് വരുവാണെങ്കിൽ ഫോർ ഷുവർ ഐ വിൽ കം ബാക്ക്. ഞാൻ തിരിച്ചു വരും, ഞാൻ പറയും. സോ സീ യു ഓൾസോ. സോളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ ചാനലിലെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങളത് കയറി നോക്കുക എന്നുള്ളതാണ്. അപ്പൊ രേണുവിന്റെ വിഷയത്തിൽ ഒരു കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അവർക്ക് ഈ അസുഖം വന്നു, ആ അസുഖം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. കിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പറഞ്ഞാലും അവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. കിച്ചുവിനെ വെറുതെ വിട്ടാൽ തന്നെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നുള്ളതാണ്. രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഇരട്ടി ആളുകളാണ് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. രേണുവിനെ വെറുക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണെന്നുള്ളതാണ്. അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മണ്ടത്തരത്തിന്റെ പുറത്തുണ്ടായതാന്നുള്ളതാണ്. ബാക്കിയൊക്കെ രേണു തന്നെ തീരുമാനിക്കട്ടെ, കിച്ചുവിനെ വെറുതെ വിടണോ വെറുതെ വിടണ്ടേ എന്നുള്ളത്. പിന്നെ തെറി വിളിക്കുന്ന ആളുകൾ, കുറച്ച് ചേച്ചിമാരുണ്ടല്ലോ, ചേച്ചിമാരെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ആയിരിക്കാം നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുക. ഒന്ന് പോടാ, എനിക്ക് പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുമെന്ന് പറയൂ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങളുടെ തീരുമാനങ്ങളാണ് കേട്ടോ. ചില ആളുകൾ പറയും എൻ്റെ ഭർത്താവാണ് എനിക്ക് ക്യാമറ എടുത്തിരുന്നത്, എൻ്റെ മക്കൾക്ക് ഒരു ഇഷ്ടക്കുറവില്ല, ഞാൻ ഇങ്ങനെ ബിക്കിനിട്ട് നടക്കുന്ന, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രേണു തന്നെ തീരുമാനിക്കുക ആ പയ്യനെ വെറുതെ വിടണോ വെറുതെ വിടണ്ടേ എന്നുള്ളത്. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.